ഹായ് എവ്രി വൺ. ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു സേമിയ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി അടി കട്ടിയുള്ളൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ആ നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് അതൊരു ബബിളാവുന്നിടം വരെ ഒന്ന് ചൂടാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഒരു കപ്പ് സേമിയ, റോസ്റ്റഡ് സേമിയയാണ് ഞാനെടുത്തത്. അതെടുത്ത് ഇതേ നെയ്യിലേക്ക് തന്നെ ഇട്ട് ഒന്ന് ചൂടാക്കി ജസ്റ്റ് ഒരു 10-20 സെക്കൻഡ് സോട്ട് ചെയ്ത് ചൂടാക്കിയാൽ മതി. ഇത് റോസ്റ്റഡ് ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു കളറാക്കി എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് സേമിയയ്ക്ക് 3 കപ്പ് പാലാണ് യൂസ് ചെയ്യുന്നത്. വീഡിയോയിൽ ഞാൻ 2 കപ്പേ ഒഴിക്കുന്നുള്ളൂ. പിന്നെ കട്ടി കൂടിയെന്ന് കണ്ടപ്പോഴത്തേന് ഞാൻ പിന്നെയും 1 കപ്പും കൂടെ ഒഴിച്ചു. അപ്പം ഞാനിവിടെ 3 കപ്പ് പാലും 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ആ തിളപ്പിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇളക്കിയും കൊടുക്കണം. എന്നിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേനും ലോ ഫ്ലെയിമിലാക്കി സേമിയ കുക്കാവുന്നിടം വരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് സേമിയ കുക്കായി കഴിയുമ്പോഴത്തേനും അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടി ഇടുക. അത് കഴിഞ്ഞ് നമ്മൾ വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് ഏലക്കാപ്പൊടിയും കുറച്ച് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടാൽ നമ്മുടെ സേമിയ പായസം റെഡി. ഇനി ഇത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബോളിയുടെ കൂടെയോ അല്ലെങ്കിൽ സാദാ പായസമായിട്ട് അങ്ങനെ തന്നെയോ സെർവ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.